ഹായ് ഫ്രണ്ട്സ്, 2025 SSC സെലക്ഷൻ പോസ്റ്റ് എക്സാമിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും പുറമെ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി തന്നെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞില്ല എന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു 100% നമുക്ക് കിട്ടാവുന്നൊരു മാർക്ക് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. സോ ഇത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് CGL നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഡാറ്റാ സെറ്റ് ഉണ്ട്. ആ ഡാറ്റാ സെറ്റിനെ നമുക്കൊരു ഡാറ്റാ സെറ്റ് ഉണ്ട്. ആ ഡാറ്റാ സെറ്റിനെ നമ്മൾ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. സോ ഇതാണ് ആദ്യത്തെ വരുന്ന ഡാറ്റ, ഇതാണ് രണ്ടാമത് വരുന്നത്, 3, 4, 5, 6, 7. സോ ടോട്ടൽ ഒരു 7 ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 7 ഡാറ്റേനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. സോ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു ഡാറ്റ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു മിഡിൽ വാല്യൂ വെച്ചിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ മിഡിൽ വാല്യൂ നമുക്കറിയാം മീഡിയൻ ആണ്. ഇതിനെ നമ്മൾ Q2 എന്നാണ് പറയുക, Q2. ഓക്കെ, അപ്പോൾ ഈ മീഡിയൻ ഈ ഡാറ്റാ സെറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ മീഡിയൻ ഈ ഡാറ്റാ സെറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഇടത് ഭാഗത്തും ഒരു ഡാറ്റ ഉണ്ട്, വലത് ഭാഗത്തും ഒരു ഡാറ്റ ഉണ്ട്. സോ ഈ ഇടത് ഭാഗത്തെ ഡാറ്റേനെ വീണ്ടും നമുക്കറിയാം ഈ 2 എന്ന് പറയുന്നത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 എന്ന് പറയുന്നത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ, ഈ വാല്യൂ. അപ്പം അതേപോലെ തന്നെ വലത് ഭാഗത്തെ ഡാറ്റാ സെറ്റിന് ഈ 6 എന്ന് പറയുന്നത് വീണ്ടും 2 ആയിട്ട്. അപ്പോൾ ഇത് ടോട്ടൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, ഈ ഡാറ്റാ സെറ്റിന് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ലൈൻ മതി. ഇതിൽ ആദ്യത്തേനെയാണ് നമ്മൾ Q1 എന്ന് പറയും, രണ്ടാമത്തേനെ Q2 എന്ന് പറയും, മൂന്നാമത്തേനെ Q3 എന്ന് പറയും. സോ Q1, Q2, Q3. ഓക്കെ, ഇതിൽ നമ്മളെ വാല്യൂ Q3 മൈനസ് Q1/2നെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റാ സെറ്റിനെ മൊത്തം 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ Q1, Q2, Q3 ഏറ്റവും മിഡിൽ ആയിട്ട് നമ്മളെ മീഡിയൻ, അതായത് നമ്മളതിന് ഇൻക്രീസിങ് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ ആ മീഡിയൻ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മീഡിയൻ്റെ ഇടത് ഭാഗമാവും, മീഡിയൻ്റെ വലത് ഭാഗമാവും. ആ മീഡിയൻ്റെ ഇടത് ഭാഗത്തുള്ളതിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ വാല്യൂ ആണ് Q1. മീഡിയൻ്റെ വലത് ഭാഗത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് Q3. മീഡിയനാണ് നമ്മൾ Q2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ Q3 മൈനസ് Q1/2നെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയാം. Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1നെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയാം. ആൻഡ് Q3 മൈനസ് Q1നെ മാത്രമാണ് നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയും. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയും. അപ്പം ആക്ച്വലി നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഈ ഒരു ലൈന് വരച്ചിട്ട് അതിൽ ഇത് Q1ഉം ഇത് Q3 ആണെങ്കിൽ, ഇത് നടുക്കുള്ള മീഡിയനും ആണെങ്കിൽ എത്രത്തോളം മിഡിൽ ഓഫ് ദ ഡാറ്റ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു, എത്രത്തോളം ഡാറ്റ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്നാണ് ഈ ഒരു ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വലുതാണെങ്കിൽ മിഡിൽ ഓഫ് ദ ഡാറ്റ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു, അതാണ് അതിൻ്റെ ഒരു ബേസ് മീനിങ് എന്ന് പറയുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്നുള്ളത്. ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കാണാം? പോസിറ്റീവ് ക്വാർട്ടൈലുണ്ട്, നെഗറ്റീവ് ക്വാർട്ടൈലുണ്ട്, ആൻഡ് സീറോ ക്വാർട്ടൈലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ക്വാർട്ടൈലാണെങ്കിൽ Q3 മൈനസ് Q1/2 ആണ്. ഇത് പോസിറ്റീവ് ക്വാർട്ടൈലാണെങ്കിൽ Q3 വലുതായിരിക്കണം. അപ്പം മീഡിയൻ ഇതാണ് മീഡിയൻ അല്ലേ, നമുക്കറിയാം. അപ്പം Q3 Q1നേക്കാൾ മീഡിയൻ അധികമായിരിക്കും. മീഡിയൻ എന്നുള്ള ഡിസ്റ്റൻസ് Q3ക്ക് Q1നേക്കാൾ കൂടുതലായിരിക്കും. ഇനി നെഗറ്റീവ് ക്വാർട്ടൈലാണെങ്കിൽ Q1 കൂടുതലായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1ന് മിഡിൽ എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് മീഡിയൻ എന്നുള്ള ഡിസ്റ്റൻസ് Q3നേക്കാൾ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ Q1 Q3നേക്കാൾ വലുതാവും. Q3 മൈനസ് Q1 എന്താവും? നെഗറ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ നമുക്കൊരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ, ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ആർ 15, 20, 25, 30, 35, 40, 45, 50, 55 ആൻഡ് 60. 6 നമ്പേഴ്സ് അല്ല 10 നമ്പേഴ്സാണ്, ടോട്ടൽ 10 നമ്പേഴ്സാണുള്ളത്. അപ്പം ഈ 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് ചോദിച്ചത്. അപ്പോൾ ഈ 10 നമ്പേഴ്സ് ഇവിടെ തന്നതിനെ കൊണ്ട് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു 7 നമ്പറാണ് കണ്ടത്. അപ്പോൾ 7 നമ്പറാകുമ്പോൾ അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്കത്തെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നമ്പർ ഉണ്ടെങ്കിൽ 10 നമ്പർ ഉണ്ടെങ്കിൽ നമുക്കറിയാം 5ാമത്തെ നമ്പറിൻ്റെയും 6ാമത്തെ നമ്പറിൻ്റെയും നടുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ 3, 4, 5, 6, 35ൻ്റെയും 40ൻ്റെയും നടുവിലായിരിക്കും നമുക്ക് എന്ത് വരിക, ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനം വരിക.
മീഡിയൻ വരിക. 35ൻ്റെ 40ൻ്റെ പകുതി ആയിരിക്കും എന്ത് വരിക, മീഡിയൻ വരിക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, അതായത് ഈവൻ നമ്പർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്പർ ആവുന്ന സമയത്ത് ഇതിനെ മീഡിയൻ്റെ ഇടത് ഒരു സെറ്റാക്കുക, മീഡിയൻ്റെ വലത് മറ്റൊരു സെറ്റാക്കുക. നേരത്തെ നമ്മൾ ആക്കിക്കൊണ്ട് തന്നെ മീഡിയൻ്റെ ഇടതും മീഡിയൻ്റെ വലതും ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പം ഇതിനെ 2 ഈക്വൽ സെറ്റാക്കുന്ന സമയത്ത് നമുക്കറിയാം 15, 20, 25, 30, 35 ഇത് ഒരു സെറ്റായി മാറും. അടുത്ത സെറ്റ് 40, 45, 50, 55, 60 ഇത് അടുത്ത സെറ്റായി മാറും. ഓക്കെ, അപ്പം നമുക്കറിയാം Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ്റെ ഇടത് ഭാഗത്തുള്ളതിൻ്റെ അതിൻ്റെ മീഡിയൻ, അല്ലെങ്കിൽ മീഡിയൻ്റെ ഇടത് ഭാഗത്തുള്ളതിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. Q3 എന്ന് പറയുന്നത് മീഡിയൻ്റെ വലത് ഭാഗത്തുള്ളതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള സെറ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം 15, 20, 25, 30, 35 5 നമ്പേഴ്സ് വരും. ഇവിടെ 40, 45, 50, 55, 60 ആണ്. അപ്പോൾ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 25 ആണ്. ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 50 ആണ്. അത് നമുക്കറിയാം. അപ്പോൾ ഇത് Q1 ആയിരിക്കും, ഇത് Q3 ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1/2, 50 - 25, 25/2, 12.5 വരും. 12.5. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡാറ്റ കുറഞ്ഞു, 60 ഡാറ്റയേ ഉള്ളൂ. 60 ഇല്ല. 60 ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ 9 ഉള്ളൂ. 9 ആവുന്ന സമയത്ത് ഈ സാധനം എന്ത് വരും? 15, 20, 25, 30, 35 വരും നമ്മളെന്ത്, മീഡിയൻ. 35 വരും മീഡിയൻ. ഓക്കെ, 35 മീഡിയൻ വരുന്ന സമയത്ത് മീഡിയൻ്റെ ലെഫ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15, 20, 25, 30, 35 ഈ ഒരു സാധനത്തിന് 35 കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം ഇതിലേക്ക്. നേരത്തെ 5 എണ്ണുള്ളതുകൊണ്ട് 10 എണ്ണുള്ളതുകൊണ്ട് അതിനെ പകുതിയാക്കുന്ന സമയത്ത് എന്താക്കും, 35 ഇടത് ഭാഗത്തേക്കും പോവും, 40 തൊട്ടുള്ളത് വലത് ഭാഗത്തേക്കും വരും. ഇവിടെ 9 എണ്ണ ഉള്ളതുകൊണ്ട് അതിനെ പകുതിയാക്കുമ്പോൾ 35 നമുക്ക് 2 എടുക്കാം. 2 എടുക്കുന്ന സമയത്ത് ഇവിടെ 25 വരും. ഇവിടെ എന്തും വരും, നമുക്ക് 35, 40, 45 വരും. ആ സമയത്ത് 45 - 25, 20/2, 10 ആയിരിക്കും എന്ത് വരിക, ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പം Q1 ഉം Q3 ഈവൻ സെറ്റാണെങ്കിലും ഓഡ് സെറ്റാണെങ്കിലും, അതായത് ഓഡ് സെറ്റാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരെ ഡിവൈഡ് ചെയ്യാം. ഓഡ് സെറ്റ് ആകുമ്പോൾ തന്നെ മിഡിൽ വാല്യൂ ആയിരിക്കും നമുക്ക് മീഡിയൻ വരിക, Q2 വരിക. അപ്പം അതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന് n+1/4 ടേം ആയിരിക്കും. n+1/4 ടേം ആയിരിക്കും നമുക്ക് എന്ത് വരിക, Q1 വരിക. Q3 എന്ന് പറയുന്നത് 3 × n+1/4 ടേം ആയിരിക്കും. n+1/4 ടേം ആയിരിക്കും Q3 എന്ന് വരുന്നത്. ഇത് നമ്മളൊരു ഓഡ് സെറ്റ് ഉള്ളെങ്കിൽ. ഇനി ഈവൻ സെറ്റാണെങ്കിൽ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മീഡിയൻ്റെ 2 മീഡിയൻ വരും. 2ൻ്റെ പകുതി ആയിരിക്കും മീഡിയൻ വരിക. ആ പകുതിയിലാണല്ലോ മീഡിയൻ വരിക. അപ്പം ഇതാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 35ൻ്റെയും 40ൻ്റെയും പകുതിയിലാണ് മീഡിയൻ വരിക. അപ്പം മീഡിയൻ്റെ ഇടത് ഭാഗത്തേക്ക് 5 എണ്ണം ഉണ്ട്, മീഡിയൻ്റെ വലത് ഭാഗത്തേക്കും 5 എണ്ണം ഉണ്ട്. അപ്പം ഇതിൻ്റെ പകുതി 25, ഇതിൻ്റെ പകുതി 50. അപ്പം ഇത് Q1 വരും, ഇത് Q3 വരും. അപ്പോൾ Q3 - Q1/2 വരും. ഓക്കെ, അപ്പം 10 ആവുമ്പോൾ ഇങ്ങനെ വരും. നേരെ മറിച്ച് 9 ആവുന്ന സമയത്ത് ഒറ്റ മീഡിയനാണ് വരിക. അപ്പോൾ ആ മീഡിയനോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് മറ്റേത് എടുക്കുക, ഇതും എടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത പ്രോബ്ലത്തിൽ അത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ഡെസൈൽ ഉണ്ട്, ഡെസൈൽ. അത് നമുക്കിതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എത്രയാണോ ഒബ്സർവേഷൻ ഉള്ളത് ആ ഒബ്സർവേഷൻ, അപ്പം ഡെസൈൽ എന്ന് പറഞ്ഞാൽ 10 ആക്കി ഡിവൈഡ്, ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ 4 ആക്കി ഡിവൈഡ് ചെയ്യുക, ഡെസൈൽ എന്ന് പറഞ്ഞാൽ 10 ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 ആയിട്ട് ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം, ഒരു ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാൻ 4 ആക്കി ഡിവൈഡ് ചെയ്യാൻ 3 എണ്ണം മതി, 3 ലൈൻ മതി. അപ്പം Q1, Q2, Q3 3 ഒബ്സർവേഷനേ ഉണ്ടാവും. ഡെസൈലാക്കി ഡിവൈഡ് ചെയ്യാൻ 10 ആക്കി ഡിവൈഡ് ചെയ്യാൻ 9 ഒബ്സർവേഷൻ വേണം. സോ Q1, Q2, Q3 എക്സെട്ര അപ് ടു എത്ര വരെ ഉണ്ടാവും, Q9 വരെ ഉണ്ടാവും. അപ്പം ഡെസൈലാവുന്ന സമയത്ത് സിമ്പിളാണ്. Q1 കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1/10 ടേമാണ് Q1 വരിക. അപ്പോൾ ഇവിടെ n ആകെ 10 ആണുള്ളത് അല്ലേ, 10 ഒബ്സർവേഷൻ ആണുള്ളത്. അപ്പോൾ 10+1/10, 10+1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11/10 എന്ന് വെച്ചാൽ 1.1 ടേം. 1.1 ടേമാണ് എന്ത് വരിക, ഡെസൈൽ വരുന്നത്. 1.1 ടേമാണ് ഡെസൈൽ വരുന്നത്. അപ്പോൾ 1.1 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 15 ആണ്. അപ്പോൾ 1.1 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 15 എന്തിൻ്റെ ഇടയ്ക്കായിരിക്കും, 20ൻ്റെ ഇടയ്ക്കായിരിക്കും. ഓക്കെ, 15 കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷേ 20ൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താക്കുകയെന്ന് വെച്ചാൽ 15 ആണ് എന്തായാലും ഒരു ഇൻറ്റിജർ വാല്യൂ വരിക എന്നുള്ളത് നമുക്കറിയാം. പ്ലസ് ഈ 0.1 കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ വരും. അതിന് ഈ ഗ്യാപ്പ് നോക്കുക. ഈ ഗ്യാപ്പ് 5 ആണ്. ആ 0.1 നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും വെച്ചാൽ 15.5 വരും വാല്യൂ. ഓക്കെ, ഇതാണ് D1 വരിക. ഇനി നമ്മൾ ഇതേപോലെ D2 എടുക്കുകയാണെങ്കിൽ 2 × n+1/2 10th ടേം ആയിരിക്കും. അപ്പം n+1/10 1.1 ആണെങ്കിൽ 2 × n+1/10 എന്ന് പുറത്ത് പറഞ്ഞാൽ 2.2 ടേം ആയിരിക്കും.
അപ്പോൾ 2.2th ടേം ഇവിടെ അല്ല, സെക്കൻഡ് ടേം നമുക്കറിയാം 20 ആണ്. അപ്പം 2.2th ടേം എന്ന് പറഞ്ഞാൽ 20ൻ്റെയും 25ൻ്റെയും ഇടയിൽ കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കണം 20 പ്ലസ്, പിന്നെ ഇവിടെ എക്സ്ട്രാ വരുന്ന പോയിൻ്റ് എന്താ, സെക്കൻഡ് ടേം 20 എടുത്തു, പിന്നെ 0.2 ആണ്. ആ 0.2 ഇൻറ്റു ഈ എത്രയാണോ അതിൻ്റെ ഇടയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, 5 ആണ് ഡിസ്ട്രിബ്യൂട്ട് നടക്കുന്നത്. സോ 0.2 ഇൻറ്റു 5 വിച്ച് വിൽ ബി 21. സോ ഇങ്ങനെയാണ് Q1, Q2 എക്സെട്ര Q9 ഡിസൈൽ ഡീവിയേഷനിലേക്കാണ്. മറ്റത് ക്വാർട്ടൈൽ ഡീവിയേഷനിൽ വരുന്ന സാധനമാണ്. ഇനി നമ്മളിതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ 12.5 കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് Q3 മൈനസ് Q1 മാത്രമാണ്, അത് 25 വരും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1 12.5 ബൈ Q3 പ്ലസ് Q1. അപ്പം Q3 വന്നത് ഇതിൽ 45 അല്ലായിരുന്നു, 45, യെസ് 45ഉം Q1 വന്നത് എത്രയായിരുന്നു, Q3 വന്നത് ഇതിലിപ്പം 25ഉം 50 അല്ലേ, 25ഉം 50, അപ്പം 75, 12.5 ബൈ 75 വരും. ഓക്കെ, അപ്പം 1/6 വരും അല്ലേ, യെസ് 1/6 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും ഡിസൈൽ ഡീവിയേഷനും എല്ലാം കാണാം. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ the heights in centimeter of 9 players are 150, 152, 155. ഓക്കെ, ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പം ഇത് ഓൾറെഡി ഓർഡറിലാണോ അറേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആണ്, ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര ഒബ്സർവേഷൻ ഉണ്ട് നോക്കുക, 3, 3, 6, 3, 9 ഒബ്സർവേഷൻ. 9 ഒബ്സർവേഷൻ ആവുന്ന സമയത്ത് അത് ഓഡ് ഒബ്സർവേഷനാണ്. ഓഡ് ഒബ്സർവേഷൻ ആകുമ്പോൾ അഞ്ചാമത്തെ ഒബ്സർവേഷൻ നമുക്ക് മീഡിയൻ വരും. അഞ്ചാമത്തെ ഒബ്സർവേഷൻ മീഡിയൻ വരുമ്പോൾ മീഡിയൻ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും മീഡിയൻ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. അപ്പം ഫസ്റ്റ് ഹാഫ് ആക്കുന്ന സമയത്ത് അത് ഇത്രയും വരും ഫസ്റ്റ് ഹാഫ്, ഇതിൻ്റെ പകുതി 155ആണ്. ഇത്രയും വരും സെക്കൻഡ് ഹാഫ്, അതിൻ്റെ പകുതി എന്ന് പറയുന്നത്, അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 170 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് Q3 വരും, ഇത് Q1 വരും. അപ്പോൾ Q3 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ 170 മൈനസ് 155, 15/2 7.5. 15 ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, മറ്റത് 15/170 പ്ലസ് 155 വരും. അതായിരിക്കും എന്ത് വരിക, കോഎഫിഷ്യൻറ്റ് വരിക. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 9 ആണെങ്കിലും 10 ആണെങ്കിലും ഉള്ള വ്യത്യാസം. ഇനി ഇത് നോക്കാം, ഫ്രം ദ ഇത് from the following table giving marks of students, calculate the interquartile range, quartile deviation and coefficient of quartile deviation. ഓക്കെ, ഇതൊരു ഇതിലേക്ക് മാറി, അതായത് ഫ്രീക്വൻസിയിലേക്ക് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മാർക്കുള്ള 25 ആൾക്കാരുണ്ട്, 62 മാർക്കുള്ള 21 ആൾക്കാർ, അങ്ങനെ 68 മാർക്കുള്ള 28 ആൾക്കാരുണ്ട്, 97 മാർക്കുള്ള 22 ആൾക്കാരുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ്ഡ് ഡാറ്റയായിട്ട് തന്നിട്ടുള്ളൂ. അതൊരു 60 25 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ 25ആണ്, രണ്ടാമത്തെ ഡാറ്റ ആകുമ്പോഴത്തേക്ക് 25ഉം 21ഉം 46 ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ആദ്യത്തെ 25 ഇത് മറ്റേ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. 25 ആൾക്കാർ 60 മാർക്കാണ്, 62 മാർക്ക് വരെ 46 ആൾക്കാരുണ്ട്. പിന്നെ 28 നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ അടുത്താവുന്നതുകൊണ്ട് 74 ആൾക്കാർ വരെ നമുക്ക് എത്ര വരുന്നുണ്ട്, 68 മാർക്കാണ്. പിന്നെ ഉള്ളത് അടുത്ത ഫ്രീക്വൻസി കൂട്ടുമ്പം 74ഉം 18ഉം 92 ആൾക്കാർ വരെ നമുക്ക് 70 മാർക്കിൻ്റെ ഉള്ളിൽ 92 പേരുണ്ട്. പിന്നെ 24 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 116 കുട്ടികൾ 75 മാർക്കിൻ്റെ ഉള്ളിൽ കിട്ടിയവരാണ്. 136 പേര് 80ൻ്റെ ഉള്ളിൽ കിട്ടിയതാണ്. 160 പേര് 88ൻ്റെ ഉള്ളിൽ കിട്ടിയതാണ്. 177 പേര് 90ൻ്റെ ഉള്ളിലാണ്. 199 പേര് 97ൻ്റെ ഉള്ളിൽ മാർക്ക് കിട്ടിയ ആൾക്കാരാണ്. സോ നമുക്കറിയാം 25 സ്റ്റുഡൻസ് 60 മാർക്ക്, 25 സ്റ്റുഡൻസിന് 60 മാർക്കുള്ള 25 കുട്ടികളുണ്ട്. തൊട്ടടുത്ത് 62 മാർക്കുള്ള കുട്ടികൾ 21 അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 46 ആവും. 68 മാർക്കുള്ള 28 കുട്ടികളുണ്ട്. അപ്പം ടോട്ടൽ ഫ്രീക്വൻസി 68 വരെ മാർക്ക് കിട്ടിയ ആൾക്കാർ 74 70 വരെ മാർക്ക് കിട്ടിയത് 90. അപ്പോൾ നമ്മളിത് കണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുവെക്കുക 199. അപ്പോൾ ടോട്ടൽ 199 ആൾക്കാരുണ്ട്. അപ്പോൾ ടോട്ടൽ 199 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മീഡിയനായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റ് Q1 എന്ന് പറയുന്നത് നമുക്കറിയാം n+1/4 ആണ്. അപ്പോൾ 199 + 1/4 ടേം.
199/1 + 1/4 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50th ടേം. വളരെ എളുപ്പം കാണാൻ പറ്റും. നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാത്രം കൂട്ടിയാൽ മതി. മൈൻഡോട് തന്നെ കാണാൻ പറ്റും. 50th ടേം 50ാമത്തെ ടേമാണ്. അപ്പോൾ 50ാമത്തെ ടേം നമുക്കറിയാം 46 ടേം വരെ 46 കുട്ടികൾ വരെ 62 ആണ്. അതായത് 25 കുട്ടികൾ വരെ 60 ആണ്. 25 നിന്ന് 46 വരെ 62 ഉണ്ട്. 46 നിന്ന് 74 വരെ വരുന്ന സമയത്ത് മാർക്ക് എത്രയാണ്? 68 മാർക്ക്. ഓക്കെ, 46 നിന്ന് 74 വരെ മാർക്ക് കിട്ടുന്നത് 68 ആണ്. അപ്പോൾ 50ാമത്തെ ടേം ഡെഫിനറ്റ്ലി 46ൻ്റെയും 74ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ അത് 68 വരും. ഓക്കെ, ഇനി അടുത്തത് Q3 എന്ന് പറയുന്നത് 3 × n+1/4 ടേമാണ്. അപ്പോൾ n+1/4 ടേം 50 ആകുമ്പം 3 × n+1/4 എന്നാൽ 150th ടേം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി അറിയാം 136 വരെ എവിടെയാണ് വരുന്നത്? 80 മാർക്കാണ് 136 വരുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് 160 ആണ്. സോ 88 മാർക്ക് എന്ന് പറയുന്നത് 137 തൊട്ട് 160 വരെയുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് വരുന്നത് 88 മാർക്കാണ്. അപ്പം 88, അപ്പം 150th സ്കോർ 88 വരും. ഓക്കെ, അപ്പം Q3 എന്ന് പറയുന്നത് 88ഉം Q1 എന്ന് പറയുന്നത് 68 ആണ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? 20. സോ നമുക്ക് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് 20 വരും. ആ 20 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ക്വാർട്ടൈൽ ഡീവിയേഷൻ 10 വരും. അതിൻ്റെ പകുതിയാണ് 10 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു ഫ്രീക്വൻസി, ഇതും വളരെ എളുപ്പമാണ്. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത് ഫോളോയിങ് സീരീസ്, ഇങ്ങനെ വരുന്ന സീരീസ്, അതായത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് തന്നെ 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ വരുന്ന സംഭവത്തിൽ ഇതും ഗ്രൂപ്പിൽ ഡാറ്റയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും നമുക്ക് ഒരു ഫോർമുല വെച്ച് കാണുമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് അധികം സമയം ഇതിനെടുക്കും. പക്ഷേ അതിന് വേഗം നമുക്കിത് ഗ്രൂപ്പിൻ്റെ ഡാറ്റയാക്കി കഴിഞ്ഞാൽ സുഖമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ 15, 9, 24 അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 കുട്ടികൾ 0 to 10 24 കുട്ടികൾ 0 to 20 ഓർ 10 to 20 15 അപ്പോൾ 24 കുട്ടികൾ 0 to 20 24ഉം 29ഉം നമുക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 53 കുട്ടികൾ 0 to 30 അതാണല്ലോ അതിൻ്റെ അർത്ഥം. 53 24 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 77 കുട്ടികൾ 0 to 40 80 കുട്ടികൾ 40 to 0 to 50 100 കുട്ടികൾ, ടോട്ടൽ 100 കുട്ടികളാണ് 50 to 60 to 60 അപ്പോൾ ടോട്ടൽ 100 കുട്ടികളാണ്. ഈവൻ ആവുന്ന സമയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇത് 100 എണ്ണാവുന്ന സമയത്ത് നമുക്ക് ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാൽ മതി? n+1/4 പകരം n/4 എടുത്താൽ മതി. അപ്പോൾ n/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 25th ടേമാണ്. 25th ടേം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നോക്കുക 25th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിലാണ് വരിക? 24 കഴിഞ്ഞിട്ടാണ്, എന്നാൽ 53ൻ്റെ മുന്നെയാണ്. അപ്പോൾ 24 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 20 to 30 ഗ്രൂപ്പിലാണ്. എന്ന് വെച്ചാൽ 25 തൊട്ട് അത് വരുന്നത് 20 to 30 ഗ്രൂപ്പിലാണ്. അപ്പോൾ 25th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 3 × n/4 ആണ്. അതാണല്ലോ വേണ്ടത്. 3 × n+1/4 വരും, 3 × n/4 വരും ഈവൻ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് 75th ടേം വേണം. 75th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 77 വരെ ആണ് 40 മാർക്ക് വരുന്നത്. അപ്പം 75 എന്ന് പറയുന്നത് 30 to 40 ഓൾമോസ്റ്റ് 24 പേരുണ്ട്. അപ്പം 75 എന്ന് 10 എണ്ണത്തിൻ്റെ ഗ്യാപ്പിൽ 25 ആൾക്കാരുണ്ട്, 24 ആൾക്കാരുണ്ട്. അപ്പം 77ൻ്റെ തൊട്ടടുത്തായിരിക്കും ഏത് വാല്യൂ വരുന്നത്? 75th വാല്യൂ വരുന്നത്. 40ൻ്റെ തൊട്ടടുത്തായിരിക്കും 75th വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 39 ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് എന്ന് പറയുന്നത് 39 ആയിരിക്കില്ല. 39നേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ 30 to 40 വന്നാൽ 10 ആണ്. ആ 10ൽ 25 ഉണ്ടെങ്കിൽ ഒന്നിൽ എത്ര വരും എന്നുള്ളത് നോക്കാം. 10ൽ 25 ഉണ്ടെങ്കിൽ അതായത് ആ 10 എണ്ണത്തിൽ 25 എണ്ണം ഫിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഓൾമോസ്റ്റ് 75th വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈവൻ 39 എടുത്തു കഴിഞ്ഞാലും വാട്ട് ഈസ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Q3 വരും. അപ്പം 39 - 20 19ൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് വരും. ഓക്കെ, അപ്പം 19ൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് വരുന്നത് ഇവിടെ 18.82 ആണ്. 18.82. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ? ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഫോർമുല ഉണ്ട് ഇതിന്. പക്ഷേ ആ ഫോർമുല വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് നന്നായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അപ്പോൾ ഈ ഒരു സാധനം അപ്രോക്സിമേഷനാണ് ഇവിടെ നടക്കുക. ഓക്കെ, ഇനി അടുത്ത 1-2 ചോദ്യം ഇതിലായിരിക്കും കുറച്ച് സംശയങ്ങളും ഈ സാധനങ്ങളും ഉണ്ടാവുക. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് കാണാൻ പറ്റും. ഇത് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
അപ്പം സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഇതേപോലെ തന്നെ ഇതും ഓർഡർ തന്നെയാണ് തന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ 12 വരും, ഇവിടെ കൂട്ടി 24 വരും, 35 വരും, 44 വരും, 50, ടോട്ടൽ 50 ആൾക്കാർ. ഈവൻ നമ്പറാണ്. അപ്പോൾ 50/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 50 12.5 ഇതായിരിക്കും Q1. 12.5 ഡാറ്റ ആയിരിക്കും Q1. 37.5 ഡാറ്റ ആയിരിക്കും ആര് വരിക, Q3 വരിക. Q1 നമുക്ക് 12.5. 12 വരെ നമുക്കറിയാം 50 to 55 ആണ് റേഞ്ച്. 13ാമത്തെ നമ്പർ തൊട്ട് അല്ലെങ്കിൽ 12 കഴിഞ്ഞ് തൊട്ടടുത്തുണ്ട് 55 ടു എന്ത് വരും, 60 വരും. പക്ഷേ നിങ്ങൾ നോക്കാം 55 ടു 60 5 എണ്ണത്തിൽ നിങ്ങൾക്ക് 12 ഡാറ്റകളുണ്ട്. ഓൾമോസ്റ്റ് 12 ഡാറ്റ ഉണ്ട് ഈ 5 എണ്ണത്തിൽ കിടക്കുന്നത്. ഓക്കെ, 5 എണ്ണത്തിൽ 12 വെച്ചാൽ ഒരു നമ്പറിൽ തന്നെ 2 2.5 കിടക്കും. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 12.5 എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 55 അല്ലെങ്കിൽ 55.5 അങ്ങനെ എന്തെങ്കിലും വേണേൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, 12.5 ഓക്കെ 55 നമുക്ക് ഓൾമോസ്റ്റ് എടുക്കാം. അപ്പോൾ 55 നമുക്ക് എടുത്തു. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് 37.5 ആണ്. 37.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വരെ നമുക്ക് വരുന്നത് 65 ആണ്. 65 to 70 9 ഡാറ്റയാണുള്ളത്. 5 എണ്ണത്തിൽ 9 ഡാറ്റ. അപ്പോൾ നമ്മൾ 37.2.5 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്നുകൂടി നമുക്ക് ചിലപ്പം കൂടും. ഓക്കെ, ഒന്നുകൂടി ചിലപ്പം കൂടും. അപ്പോൾ 66 അല്ലേ, കാരണം 5 എണ്ണത്തിൽ 9 ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ 2 ഡാറ്റ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് 37.5 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വരെ 65 ആണുള്ളത്. പിന്നെ ഒരു 2.5 കൂടി കൂടണം. അപ്പം ഒരു നമ്പറിൽ 2 ഡാറ്റ വെച്ച് 2 കുട്ടികളെ വെച്ച് കൂടുന്നുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് കൂടുന്നുണ്ട് ആ ഫ്രീക്വൻസിയിൽ. അപ്പോൾ നമുക്ക് 66 നമുക്ക് ഓൾമോസ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് Q3 വരിക. അപ്പോൾ ഡിഫറൻസ് 11 Q3 - Q1 വാട്ട് ഈസ് ഇൻ്റർ ദിസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 11/2 5.5 5.31 വരും ഓൾമോസ്റ്റ്. ഇത് ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രീക്വൻസിയിൽ എത്ര ആൾക്കാരുണ്ട് നോക്കുക. ആ ഫ്രീക്വൻസിയിൽ എത്ര ആൾക്കാരുണ്ടോ ആ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ആ ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് 37.5 ആണ്. 35 വരെ 65 ആണ് നമുക്കറിയാം. എക്സ്ട്രാ വരുന്നത് 2.5 ആണ്. അപ്പം ഇവിടെയുള്ള ഗ്യാപ്പ് 5 ആണ്. ഈ 5 ഗ്യാപ്പിൽ 9 ആൾക്കാരുണ്ട്. അപ്പോൾ 1 ഗ്യാപ്പിൽ 2 ആൾ വരും. ഓൾമോസ്റ്റ് 2 ആൾ വരും. അപ്പോൾ നമുക്ക് ഒരു 66 അപ്പോൾ 2.5 ആണ് നമുക്ക് എക്സ്ട്രാ കൂടേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് 66 അല്ലെങ്കിൽ 66.5 അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 11/2 ഓൾമോസ്റ്റ് 5.31 ആൻസർ വരും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കി. ഇത് ഞാനൊരു 3 ഇട്ടത് അതുകൊണ്ടാണ്. ദ ഫോളോയിങ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതും അതുപോലെ തന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. 5 അപ്പം കൂട്ടി ആദ്യം ഈ ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. 13 25 35 40 ഇവിടെ 40 ആണ്. അപ്പം 10th വാല്യൂ വരും Q1 ആൻഡ് 30th വാല്യൂ വരും Q3. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ 5 പിന്നെ വരുന്ന 13. അപ്പോൾ 10th വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 13 വരെ 5 വരെ 0 to 10 5 മുതൽ 13 വരെ 10 to 20 കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മുതൽ 20 വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 8 നമ്പേഴ്സ് ഉണ്ട്. അപ്പം 10 എണ്ണത്തിനെ 8 ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓൾമോസ്റ്റ് 1.25 വരും അല്ലേ. അപ്പം 5 കഴിഞ്ഞ് 5 എണ്ണം കൂടി കൂടണ്ടേ. അപ്പോൾ 1.25 എന്ന് ഓൾമോസ്റ്റ് ഒരു 6 1.25 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6.5 ഒക്കെ കൂടേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ 6.5 കൂട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 11.5 അടുത്ത് നമുക്ക് വരും അല്ലേ. ഓൾമോസ്റ്റ് ഒരു 11.5 വെയിറ്റ് 1 മിനിറ്റ്. 40 അല്ലേ വരുന്നത്, 25 35 40 അപ്പോൾ 40/4. ഓക്കെ, 10th വാല്യൂ എന്ന് പറഞ്ഞാൽ 5 8 13. അപ്പോൾ 10th വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് വരുന്നത് 11. നമ്മൾ പറഞ്ഞത് 10 കൂട്ടണം. ഓക്കെ 10 കൂട്ടണം. 10 to 20 ആണല്ലോ. അപ്പോൾ 10 to 20 ആകുമ്പോൾ 10 നമ്മൾ കൂട്ടണം. 10 എത്ര കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ വാല്യൂ ആണ് നമുക്ക് കാണുന്നത്. അപ്പം 10 to 20 അപ്പം 5 കൂട്ടണം അല്ലേ. 5 ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമുക്ക് 10ാമത്തെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ 5 വരെ 10 ആണ്. അപ്പോൾ പിന്നീട് ഒരു 5 കൂട്ടണം. അപ്പോൾ 10 to 20 ഇടയ്ക്ക് 8 ആളാണ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഒരു 1.25 വരും. അപ്പോൾ ഒരു 5 എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 6.5 അടുത്ത് വരും. അപ്പോൾ നമുക്കൊരു 16.5 അടുത്ത് ഓൾമോസ്റ്റ് ഒരു 17 അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു 17 അടുത്ത് നമുക്ക് എടുക്കാം. ഇനി 30th വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം ഇവിടെ 25th വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്.
25th വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. പിന്നീട് 30 to 40 ഇടയ്ക്ക് 10 ആളാണ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പം 1 തന്നെയാണ് കിടക്കുന്നത്. അപ്പം 35th വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 30th വാല്യൂ എന്ന് പറഞ്ഞാൽ 5 കൂട്ടിയാൽ മതി. അപ്പം 35 വരും. അപ്പോൾ നമുക്കിത് തമ്മിൽ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഇത് Q3 ഇത് Q1 ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 18 അടുത്ത് വരും. 18/2 9 അടുത്ത് വരും. ഓൾമോസ്റ്റ് 9.17 വരും നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യണം. ഓപ്ഷൻസ് വളരെ ക്ലോസ് ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഒരു സാധനം വരുന്ന സമയത്ത്. എന്നാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ലാസ്റ്റ് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ആ ഫോർമുല ഉണ്ട്, ആ ഫോർമുല വെച്ചിട്ട് കാണുന്ന പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, എ കമ്പനി അനലൈസസ് എംപ്ലോയി ഓവർ ടൈം ഹവേഴ്സ്. ദ QD ഈസ് 5 hours. QD ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് 5 hours എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതാണ് അവരുടെ മീഡിയൻ. QD എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ആണ്. QD ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. QD 10 ആണെങ്കിൽ ഈ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചാണ് 10 എന്ന് പറയുന്നത്. ആൻഡ് ദ മീഡിയൻ ഈസ് 20 hours. വാട്ട് ഡസ് ദിസ് ഇംപ്ലൈ? മോസ്റ്റ് എംപ്ലോയീസ് വർക്ക് 15 to 25 hours. അപ്പോൾ നമുക്കതിൽ മിഡിലിനോട് എത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ആ 50% എത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 20 QD 5 ആണെങ്കിൽ ഇത് 25 വരെ പോകും. ഇവിടെ എന്തും തുടങ്ങുന്നു 15 തുടങ്ങും. അപ്പോൾ മോസ്റ്റ് എംപ്ലോയീസ് വർക്ക് 15 to 25 hours. ഓക്കെ, if QD equal to 0 for a data set, which conclusion is necessarily true? Okay, QD equal to 0 ആണ് നമുക്കറിയാം. Q3 minus Q1/2 equal to 0, which means Q3 equal to Q1. Okay, how does QD change if the highest 25% in a data set increase? നിങ്ങൾ ആലോചിച്ച് ഹയസ്റ്റ് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് Q3ൻ്റെ മുകളിലോട്ടാണ് വരിക അല്ലേ. Q3ൻ്റെ മുകളിലോട്ടുള്ള ഡാറ്റാ സെറ്റ് ആയിരിക്കും ഹയസ്റ്റ് 25. കാരണം 75 ഓൾമോസ്റ്റ് 75%ലാണ് Q3 വരിക. അതിൻ്റെ മുകളിലോട്ടുള്ള ഡാറ്റാ സെറ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിലോട്ടുള്ള ഡാറ്റാ സെറ്റ് കൂടിയതിനെ കൊണ്ട് Q3ക്ക് ഒരു മാറ്റം വരുന്നില്ല, Q1ന് ഒരു മാറ്റം വരുന്നില്ല. സോ QD റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ഇൻ എ ടെസ്റ്റ് ഗ്രൂപ്പ് A has QD equal to 3 and ഗ്രൂപ്പ് B has QD equal to 5. QD കൂടുതലാണെന്നുള്ളതിൻ്റെ അർത്ഥം Q3 minus Q1 കൂടുതലാണ്. QD കുറവാണെന്നുള്ളതിൻ്റെ അർത്ഥം Q3 minus Q1 കുറവാണ്. സോ QD കുറവാണെങ്കിൽ മീഡിയനോട് വളരെ അടുത്തായിരിക്കും ഡാറ്റ കിടക്കുന്നത്, സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. QD കൂടുതലാണെങ്കിൽ മീഡിയനോട് വളരെ അടുത്തായിരിക്കും. ഗ്രൂപ്പ് A has higher central tendency. ഗ്രൂപ്പ് B has more variability in the middle 50%. അപ്പോൾ നമുക്ക് ആ മിഡിൽ 15% മോർ വേരിയബിളായി കിടക്കുന്നത് വേരി ചെയ്ത് കിടക്കുന്നത് ഗ്രൂപ്പ് ബിക്ക് ആയിരിക്കും. കാരണം ഗ്രൂപ്പ് ബിൻ്റെ QD ആണെന്ത് കൂടുതൽ. ഓക്കെ, അത് കാരണം ഇങ്ങനൊരു ലൈൻ വരച്ചിട്ട് നമുക്കറിയാം ഇതാണ് മീഡിയൻ. അപ്പോൾ ഇത് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിലിറ്റി കൂടുതൽ QD 5 ആണ്. QD 3 ആകുമ്പോൾ വേരിയബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ക്ലാസ്. അതിൽ തന്നെ ഈ ഡെസൈൽ ഡീവിയേഷനോട് ഞാൻ കൂടെ പറഞ്ഞു. ക്വാർട്ടൈൽ ഡീവിയേഷൻ മാത്രമല്ല ഡെസൈൽ ഡീവിയേഷനോട് പറഞ്ഞു. അപ്പോൾ ഡെസൈൽ ഡീവിയേഷൻ ജസ്റ്റ് സിമ്പിളാണ്. ആ Q1 വെച്ചിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രം മതി. ആ Q1 ഏതാണ് അതിലെ ഫസ്റ്റ് D1 D2 Q1 അല്ല D1 D2 D9 വരെ നിങ്ങൾക്ക് പോകും. അപ്പം ഒന്ന് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ചോദ്യമാണ് എല്ലാത്തിലുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കൂടി നിങ്ങളതിലേക്ക് ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.